എങ്ങനെയാണ് ഒരു സ്മാൾ എന്റർപ്രണർ ഭയങ്കര കോസ്റ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു സൈമൺ സിനെക്കിന്റെ ഒരു ഇതുണ്ട്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്ന ഒരു പുവർ മൈൻഡ് സെറ്റിൽ തുടങ്ങണം. പുവർ മൈൻഡ് സെറ്റ് ഇൻ നോട്ട് മീൻ ദ മൈൻഡ് സെറ്റ് പുവർ ആയിട്ട് തുടങ്ങണം. നിങ്ങളൊരു ദരിദ്രനായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ആ ഒരു വിഷന്റെ ഒരു ഇതെന്ന് വെച്ചാൽ, നിങ്ങളൊരു റിച്ച് മാൻ ആയിട്ട് ബിസിനസ് തുടങ്ങിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നിങ്ങൾ സ്പെൻഡ് ചെയ്യും. അപ്പോൾ മേ ബി അത് ഭയങ്കര ഡിപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പുവർ ബിസിനസ് മാൻ, ഐ മീൻ നോട്ട് ദ സെൻസ് ഓഫ് ദ മൈൻഡ് സെറ്റ്, ഒരു ഹൈലി ലോ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉള്ള ഒരു ബിസിനസ്സിനെ എങ്ങനെ ഒരു സീറോ മണി മാർക്കറ്റിങ്ങിലൂടെ മുന്നോട്ടുണ്ടാകും? അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. പക്ഷെ അതിന് നമ്മൾ കുറച്ച് മുന്നേ തുടങ്ങണം. നമുക്ക് വേണ്ട ഒരു ഓഡിയൻസിനെ നമ്മൾ സെറ്റ് ആക്കണം. ആ ഓഡിയൻസിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ സർവീസിനെ നമുക്ക് എത്തിക്കാൻ പറ്റണം. അതിലൂടെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ നോ കോസ്റ്റ് തന്നെയാണത്. പിന്നെ എപ്പോഴും ഒരു 10-20% മാർക്കറ്റിങ്ങിന് വേണ്ടി മാറ്റി വെക്കുന്നത് നല്ലതാണ്. ഇനി അത് ഏത് ടൈപ്പ് മാർക്കറ്റിംഗ് ആണെന്നുള്ളത് അത് ആ പ്രൊഡക്റ്റിനെയും ആ സർവീസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എന്നിട്ട് ഓഫ്ലൈൻ ചെയ്യേണ്ടതാണെങ്കിൽ ഓഫ്ലൈൻ, ഓൺലൈൻ ചെയ്യേണ്ടതാണെങ്കിൽ ഓൺലൈൻ, ഇനി രണ്ടും ചെയ്യേണ്ടതാണെങ്കിൽ രണ്ടും ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിങ്ങിന് എന്തായാലും ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഒരുപാട് ബിസിനസ്സുകാരുണ്ട് മാർക്കറ്റിംഗ് ഒന്നും ചെയ്യില്ല, നല്ല സർവീസ് ആവും, ചിലപ്പോൾ നല്ല പ്രൊഡക്റ്റ് ആവും, പക്ഷെ ആളുകൾ അറിയണ്ടേ ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യാതെ ഈ കെയർ ഓഫിലൊക്കെ വർക്ക് വരുന്നതും അതുപോലെ മൗത്ത് പബ്ലിസിറ്റിയിലൊക്കെ വരുന്നതൊക്കെ വെച്ച് ചെയ്യുന്നു, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിധി വരെ നമ്മൾ സഹായിക്കാൻ പറ്റും ബിസിനസ്സിനെ.